ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് വാഹനം എന്താണ്, ഏതൊക്കെ ടൈപ്പ് വാഹനങ്ങളുണ്ട് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. E definito veicolo qualunque macchina che circoli su strada guidata dall'uomo എന്ന് വെച്ചാൽ ഏതൊരു വസ്തുവിനെയും മനുഷ്യനാൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് വെഹിക്കിളോ. അതിൽ രണ്ട് വ്യത്യാസമുണ്ട്. പിള്ളേരുടെ കറല്ലോ പിന്നെ വല്യപ്പന്മാർ ഉപയോഗിക്കുന്ന കസേരകൾക്ക്, വയ്യാത്തവർ ഉപയോഗിക്കുന്ന കസേരകൾക്ക് വെഹിക്കിൾ എന്ന് വരുന്നില്ല. അത് മാത്രമല്ല, അത് ബാക്കിയെല്ലാം വെഹിക്കിളാണ്. ഏതൊക്കെ കാറ്റഗറീസ് ആണുള്ളത്? Ci sono 4 categorie. Prima categoria è veicoli senza motore, ciclomotori, motoveicoli e autoveicoli. ഇനിയും ഓരോന്നായിട്ട് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യത്തെ വെഹിക്കിളി സെൻസ മൊത്തോറെ നോക്കുമ്പോൾ ആദ്യത്തെ ടൈപ്പാണ് വെലോച്ചിപ്പീഡി. വെലോച്ചിപ്പീഡിയിൽ സൈക്കിൾ വരുന്നുണ്ട്. ടാൻഡം എന്ന് വെച്ചാൽ രണ്ടുപേർക്ക് ഇരുന്ന് ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന സൈക്കിള്. ബിച്ചിക്ലെത്ത കോൺ പെദലാത്ത അസിസ്റ്റീത്ത എന്ന് വെച്ചാൽ ഇലക്ട്രിക് സൈക്കിള്. ക്വാദ്രിചീക്ലോ പെദാലെ എന്ന് വെച്ചാൽ 4 പേർക്ക് ഇരുന്ന് ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന സൈക്കിള്. പിന്നെ വെഹിക്കിളി സെൻസ മൊത്തോറയിൽ സെക്കൻഡ് ടൈപ്പാണ് വെഹിക്കിളി സ്പിൻതിയ ബ്രാച്ച. അതിൻ്റെ മോട്ടർ മനുഷ്യനാൽ തള്ളപ്പെടുന്ന വാഹനങ്ങളെയാണ് വെഹിക്കിളി സ്പിൻതിയ ബ്രാച്ച എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് വെഹിക്കിളി അത്രക്സിയോനെ അനിമാലെ. മൃഗങ്ങളാൽ വലിക്കപ്പെടുന്ന വെഹിക്കിൾസിനാണ് വെഹിക്കിളി അത്രക്സിയോനെ അനിമാലെ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് വെഹിക്കിളി സെൻസ മൊത്തോറെ. സെക്കൻഡ് ടൈപ്പാണ് ചിക്ലോമൊത്തോറി. സെക്കൻഡ് ടൈപ്പിൽ നമ്മൾ കണ്ടത് ചിക്ലോമൊത്തോറി. എന്താണ് ചിക്ലോമൊത്തോറെ? ചിക്ലോമൊത്തോറെ എ un veicolo a 2, 3 o 4 ruote. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം സിലിണ്ടറാത്ത, അതിൻ്റെ എല്ലാം പവർ വന്നിട്ട് 50 cc ആയിരിക്കും. സ്പീഡ്, മാക്സിമം സ്പീഡ് വന്നിട്ട് 45 കിലോമീറ്റർ ഇതിനെല്ലാം പോകാൻ പറ്റൂ. പിന്നെ പൊറ്റൻസ, അതിൻ്റെ പൊറ്റൻസ വന്നിട്ട് അതിൻ്റെ പൊറ്റൻസ അല്ലെങ്കിൽ പവർ വന്നിട്ട് 4 kilowatts ആയിരിക്കും. ചിലിന്ദ്രാത്ത 50 cc, പൊറ്റൻസ 4 kilowatts ആൻഡ് മാക്സിമം സ്പീഡ് വന്നിട്ട് 45 കിലോമീറ്ററേ പോകാൻ പറ്റൂ. ഓക്കെ, ഇതേതൊക്കെയാണ് നമുക്ക് നോക്കാം. ചിക്ലോമൊത്തോറി ഞാൻ പറഞ്ഞു, ദുവേറോത്തെ ഉണ്ട്, ത്രേറോത്തെ ഉണ്ട്. ത്രേറോത്തേനെ 3 ചീക്ലോ എന്നും വിളിക്കുന്നു. പിന്നെ ക്വാത്രോറോത്തേനെ ക്വാദ്രിചീക്ലി ലെജേറോ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ എല്ലാം സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 50 cc ആണ് ചിലിന്ദ്രാത്ത. മാക്സിമം പൊറ്റൻസി പവർ വന്നിട്ട് 4 kilowatts ആണ്. ഇതിന് ഏതാണ് പത്തൻ്റെ വേണ്ടത്? എ പത്തൻ്റെ വേണം. ഏത്ത മിനിമയെ 14 anni. ഓക്കെ, ഇതാണ് ചിക്ലോമൊത്തോറി. അടുത്ത് കാണാൻ പോകുന്നതാണ് മോത്തോചീക്ലി. ചിക്ലോമൊത്തോറി കണ്ടു. അടുത്ത് കാണാൻ പോകുന്ന മോത്തോചീക്ലി. മോത്തോചീക്ലിയുടെ സ്പെഷ്യാലിറ്റി എന്തായിരിക്കാം? മിനിമം വന്നിട്ട് അതിന് 50 cc കൂടുതൽ പവർ കാണും, ചിലിന്ദ്രാത്ത കാണും. പിന്നെ കാമ്പിയോ ഓട്ടോമാറ്റിക് ആയിരിക്കും. പിന്നെ ഇവിടം തൊട്ട് എല്ലാ വാഹനത്തിനും ആദ്യമായിട്ട് എടുക്കുന്ന വാഹനമാണെങ്കിൽ ആദ്യത്തെ 4 വർഷം കഴിഞ്ഞ് അതിൻ്റെ ഒരു ചെക്കപ്പ്, പൊല്യൂഷൻ ചെക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള ചെക്കുകൾ ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ ഓരോ 2 വർഷവും ചെയ്തിരിക്കണം. പിന്നെ മോത്തോചീക്ലോ ആൻഡ് ചിക്ലോമൊത്തോറിയുടെ ഡിഫറൻസ് എന്താണ്? വെഹിക്കിളി ദുവേറോത്തയാണിത്. പിന്നെ ത്രേറോത്തയുടെ ഉണ്ട്, ക്വാത്രോറോത്തയുടെ ഉണ്ട്. ഇനി അത് കാണാം എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന്. മോത്തോ വെഹിക്കിളി, മോത്തോചീക്ലോ. മോത്തോ വെഹിക്കിളിൽ ആദ്യത്തെ ഇതാണ് മോത്തോചീക്ലോ. മോത്തോചീക്ലോ എന്താണ്? വെഹിക്കിളി ദുവേറോത്തെ കോൺ മൊത്തോറെ. ഇതിൻ്റെ മാക്സിമം സ്പീഡ് വന്നിട്ട് 45 km/h ആണ്. പിന്നെ ചിലിന്ദ്രാത്ത വന്നിട്ട് 50 cc കൂടുതലാണ്. ഇതിന് ഔട്ടോസ്ട്രാദയിലും എസ്ട്രാ ഉർബാന പ്രിൻസിപ്പാലയിൽ പോകണമെങ്കിൽ മിനിമം 150 സിലിണ്ടറാത്ത എങ്കിലും വേണം. ഇതിൻ്റെ പത്തൻ്റെ വന്നിട്ട് A1, A2 അല്ലെങ്കിൽ ആണ്. ഏത്ത മിനിമ എ 16 anni. Può avere il cambio automatico. കാമ്പിയോ ഓട്ടോമാറ്റിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്പീഡ് കൂട്ടാനുള്ളത് ഓട്ടോമാറ്റിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ കാണുന്നതാണ് മോട്ടോ വെഹിക്കിളിൽ അടുത്ത ടൈപ്പാണ് മോട്ടോ കറോത്സെത്ത. മോട്ടോ കറോത്സെത്ത എന്ന് പറഞ്ഞാൽ സ്കൂട്ടറും ബൈക്ക് സൈഡ് കാറും കൂടെ കൂടിയുള്ളതാണ് മോട്ടോ കറോത്സെത്ത. മോട്ടോ കറോത്സെത്തയുടെ പത്തൻ്റെ വന്നിട്ട് A1 വേണം, A2 വേണം, അല്ലെങ്കിൽ എങ്കിലും വേണം. ഏത്ത മിനിമം 16 anni. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോട്ടോ ഔട്ടോസ്ട്രാദയിൽ അല്ലെങ്കിൽ എസ്ട്രാ ഉർബാന പ്രിൻസിപ്പാലിൽ പോകണമെങ്കിൽ മോട്ടോ കറോത്സെത്തയ്ക്ക് 250 cc വേണം.
നേരത്തെ പറഞ്ഞത് 150 cc മതിയായിരുന്നു, ഇതിന് 250 cc എങ്കിലും മിനിമം വേണം. അടുത്തത് കാണാൻ പോകുന്നതാണ് 3 ciclo മോട്ടോ വെഹിക്കിളോ ആണതും. 3 ciclo എന്ന് പറഞ്ഞാൽ 3 വീലുള്ളത്. ciclo motore അത്രേരത്തെ കണ്ടു, പക്ഷേ ഇത് നമ്മൾ കാണാൻ പോകുന്നത് 3 ciclo, അത് മോട്ടോ വെഹിക്കിളോ ആണ്. 3 ciclo motore അല്ല, മോട്ടോ വെഹിക്കിളോ ആണ് ഇത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അവിടെ വെലോസിറ്റി മാക്സിമം സ്പീഡ് വന്നിട്ട് 45 km ആയിരുന്നു, പക്ഷേ ഇതിൻ്റെ മാക്സിമം സ്പീഡ് വന്നിട്ട് 45 km കൂടുതലാണ്. ചിലിന്ദ്രാത്ത വന്നിട്ട് അതിനെക്കാട്ടിലും 50 ചിലിന്ദ്രാത്തയായിരുന്നു അവിടെ. ഇവിടെ ചിലിന്ദ്രാത്ത വന്നിട്ട് 50 ചിലിന്ദ്രാത്തയിലും കൂടുതലാണ്. പത്തൻ്റെ വന്നിട്ട് ഇതിന് ഏതാണ് വേണ്ടത്? അതിന് ചിക്ലോ മൊത്തോറെ ക്വത്രോറോത്തേക്ക് ആ എം എ ആയിരുന്നു. 3 cicloയ്ക്ക് ആ ഊണോ ആ ദുവെ അല്ലെങ്കിൽ ആ എങ്കിലും വേണം. ഏത്ത മിനിമ അവിടെ 14 anni ആയിരുന്നു, ഇവിടെ 16 anni ആണ്. അടുത്തത് കാണാൻ പോകുന്നതാണ് ക്വാഡ്രിച്ചിക്ലോ നോൺ ലെജേറോ. ക്വാഡ്രിച്ചിക്ലോ നോൺ ലെജേറോ അതിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവ ഗുണം എന്താണ്? അതിൽ 400 kilogram ആയിരിക്കും അതിൻ്റെ വെയിറ്റ്. ക്വാഡ്രിച്ചിക്ലോ നോൺ ലെജേറോയ്ക്ക് അതിൻ്റെ വെയിറ്റ് വന്നിട്ട് 400 kilogram ആയിരിക്കും. എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം വെയിറ്റ് 550 km പോകാം. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടു ചിക്ലോ മൊത്തോറോയ്ക്ക് 4 kilowatts ആണ് അതിൻ്റെ പവർ. പക്ഷേ ക്വാഡ്രിച്ചിക്ലോ നോൺ ലെജേറോ ഈക്ക് 15 kilowatts ആണ് അതിൻ്റെ പവർ. ഓക്കെ, അത് ഏതൊക്കെയാണെന്നാണ് ഇവനെയും കാണാൻ പോകുന്നത്. നമ്മൾ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ക്വാഡ്രിച്ചിക്ലോ ആണ്. പിന്നെ ഇതിൻ്റെ സ്പീഡ് മാക്സിമം സ്പീഡ് വന്നിട്ട് 80 km/h പോകാം. ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു. പൊത്തൻസ മാക്സിമ പവർ വന്നിട്ട് 15 kilowatt ആണ്. വെഹിക്കിളും ക്വത്രോറോത്തയാണ്. ഏത്ത മിനിമ വന്നിട്ട് 16 anni. നേരത്തെ പറഞ്ഞ പോലെ 16 വയസ്സ് മതി ഇത് ഓടിക്കാനും. പക്ഷേ ഇതിൽ 10 B1 വേണം. ഇതിൻ്റെ മാക്സിമം സ്പീഡ് 80 km ആണെന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതും അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ക്വാഡ്രിച്ചിക്ലോ നോൺ ലെജേറോ ആണ് ഇതും അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇനിയും പഠിക്കാൻ പോകുന്നതാണ് ഔട്ടോ വെഹിക്കിൾ ഏതൊക്കെയാണ്. ഔട്ടോ വെഹിക്കിൾ എന്നാൽ എന്താണ്, ഏതൊക്കെയാണെന്നാണ് ഇനിയും കാണാൻ പോകുന്നത്. ഔട്ടോ വെഹിക്കിൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ 6 ടൈപ്പാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആദ്യത്തെ ഔട്ടോ വെത്തൂറയിൽ നമ്മൾക്കിവിടെ കാണിക്കുന്നത് പോലെ 5 സീറ്റർ ഉണ്ട് ഔട്ടോ വെത്തൂറ എന്ന് പറയുന്നു. പിന്നെ 7 സീറ്റർ ഉണ്ട്. പിന്നെ വരുന്നത് 9 സീറ്റർ ആണ്. മാക്സിമം ഔട്ടോ വെത്തൂറായിക്ക് 9 സീറ്റിംഗ് ആണുള്ളത്. 8+1 9. 8+1 ഡ്രൈവർ ആണ് 9 ആകുന്നത്. 6+1 7 ആകുന്നു. 4+1 1 ഈസ് ഓൾവേസ് ഡ്രൈവർ. പിന്നെ ഔട്ടോ കാരവൻ ഒരു ഔട്ടോ വെഹിക്കിളോ ആണ്. ഔട്ടോ കാർറോ ഒരു ഔട്ടോ വെഹിക്കിളോ ആണ്. ഔട്ടോ ബസ് ഒരു ഔട്ടോ വെഹിക്കിളോ ആണ്. ട്രത്തോറെ സ്ട്രദാലെ എ ഫിലോബസ്. ഔട്ടോ വെഹിക്കിളോയുടെ ഡെഫിനേഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? സോണോ വെഹിക്കിളി ആ മൊത്തോറെ con almeno 4 ruote e un motore. ഇനി അത് ഓരോന്നായിട്ട് കാണാൻ പോവുകയാണ്. ട്രത്തോറെ സ്ട്രദാലെ എന്ന് വെച്ചാൽ നമ്മുടെ ബെൻസിൻ്റെ ക്യാബിനെയാണ് ട്രത്തോറെ സ്ട്രദാലെ. ബെൻസിന് ഉപയോഗിക്കുന്ന ക്യാബിൻ, അതാണ് നമ്മുടെ ഒരു എക്സാമ്പിളായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. അത് ഓർത്തിരിക്കാം, ട്രത്തോറെ സ്ട്രദാലെ അതാണെന്ന്. വെഹിക്കിളോ അദ്യബീത്തോ എക്സ്ക്ലൂസീവമെന്റോ അൽ ട്രായിനോ ദി സെമി റിമോർക്കി. ഇത് സാധനങ്ങൾ കൊണ്ടുപോകാനോ മനുഷ്യരെ കൊണ്ടുപോകാനോ ഉപയോഗിക്കുന്നതല്ല. ഇത് വേറൊരു നമ്മുടെ സെമി റിമോർക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നേഴ്സിനെ വലിച്ചുകൊണ്ട് പോകുവാൻ ഉപയോഗിക്കുന്ന വാഹനത്തിനെയാണ് ട്രത്തോറെ സ്ട്രദാലെ എന്ന് പറയുന്നത്. ഇതിന് മിനിമം 4 ruote ഉണ്ട്. നോ ആത്തു അൽക്കാരിക്കോ ദി മെറിച്ചി. ഇതിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. ഈ വാഹനത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. ഇത് മോട്ടോർ മാത്രമാണ്. ഇതിൻ്റെ പുറകിൽ വരുന്ന നമ്മുടെ കണ്ടെയ്നറിലാണ് സാധനങ്ങൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇതാണ് ട്രത്തോറെ സ്ട്രദാലെ. പിന്നെ കാണുന്നത് ഔട്ടോ കാർറോ è un veicolo adibito al trasporto di merci. സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ പേരാണ് ഔട്ടോ കാർറോ. ഔട്ടോ കാർറോയ്ക്കും ഔട്ടോ വെഹിക്കിളോയുടെ ഡെഫിനേഷൻ എന്തായിരുന്നു? വെഹിക്കിളോ con almeno 4 ruote e un motore. ഇതിൽ എത്ര പേർക്ക് പോകാം? 3 പേർക്ക്. 2+1. 2 ആൾക്കാർക്കും ഒരു ഡ്രൈവറിനും പോകാം. ഇതിന് ഏതാണ് പത്തൻ്റെ വേണ്ടത്? പത്തൻ്റെ B fino alle 3.5 tonnellate അല്ലെങ്കിൽ 300
3.500 കിലോഗ്രാം വരെയുള്ള വാഹനങ്ങളെ ഓടിക്കാനായിട്ട് പത്തente B മതി. അടുത്തതായിട്ട് വരുന്നതാണ് ഔട്ടോബൂസ്. ഔട്ടോബൂസ് എന്താണ്? വെഹിക്കുളോ അദ്ബീത്തോ അൽ ട്രാൻസ്പോർട്ടോ ദി പെർസോനെ. അദ്ബീത്തോ അൽ ട്രാൻസ്പോർട്ടോ ദി പെർസോനെ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? മനുഷ്യരെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളെയാണ് ഔട്ടോബൂസ് എന്ന് പറയുന്നത്. ഇതിനും മിനിമം 4 വീലുണ്ട്, ഒരു മോട്ടറുണ്ട്. supera 9 posti compreso il conducente. supera എന്ന് വെച്ചാൽ 9 പേരിൽ കൂടുതൽ ഏതെങ്കിലും ഒരു വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഔട്ടോബൂസ് ആണ്. 9 più di 9 persone കൊണ്ടുപോകാൻ പറ്റുന്നു ഔട്ടോബൂസിൽ. അപ്പോൾ അതിന് ഇത് ഔട്ടോവെത്തൂര അല്ല, ഇത് ഔട്ടോബൂസ് ആണ്. ഇത്രോ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. ബാക്കി അടുത്ത ചാപ്റ്ററിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. താങ്ക് യു.